നമസ്കാരം. പ്രാർത്ഥനാ പുണ്യത്തിൽ അനന്തപുരി എന്ന യാഗശാലയാകും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ സംഗമങ്ങളിലൊന്നായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിനായി സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രവും തിരുവനന്തപുരവും പരിസരവും ഒരുങ്ങിക്കഴിഞ്ഞു. കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന മാർച്ച് 3 ചൊവ്വാഴ്ചയായി ഇന്ന് ലക്ഷക്കണക്കിന് ഭക്തരാണ് അമ്മയ്ക്ക് പൊങ്കാല നിവേദിക്കാൻ നഗരത്തിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. രാവിലെ 9:15 ക്ഷേത്രത്തിൽ നടക്കുന്ന ശുദ്ധ പുണ്യാഹത്തോടെ പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് 9:45 തന്ത്രി പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അനീഷ് നമ്പൂതിരി ശ്രീകോവിലിൽ നിന്നും ദീപം പകർന്ന് തിടപ്പള്ളിയിലെ അടുപ്പിലേക്ക് പകരുന്നതോടെ അടുപ്പുവെട്ട് ചടങ്ങ് നടക്കും. തോറ്റംപാട്ടുകാർ പാണ്ഡ്യരാജാവിന്റെ വധം പാടിത്തീരുന്ന വേളയിലായിരിക്കും ഇത്. ക്ഷേത്രത്തിന് മുന്നിലെ പണ്ടാര അടുപ്പിൽ തീ ജ്വലിക്കുന്നതോടെ നഗരത്തിന്റെ മുക്കിലും മൂലയിലും ഒരുക്കിയിട്ടുള്ള ലക്ഷക്കണക്കിന് അടുപ്പുകളിലേക്ക് ഭക്തർ അഗ്നി പകരും. ചെണ്ടമേളവും കരിമരുന്ന് പ്രയോഗവും ഇതിന് വിളംബരമേകും. ഉച്ചപൂജയ്ക്ക് ശേഷം 2:15 പൊങ്കാല നിവേദ്യം. 350ഓളം പൂജാരിമാരെയാണ് നിവേദ്യ ചടങ്ങുകൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. ഇന്ന് ചന്ദ്രഗ്രഹണം ഉള്ളതിനാൽ ദർശന സമയത്തിൽ മാറ്റമുണ്ട്. ഉച്ചകഴിഞ്ഞ് 3:10 മുതൽ രാത്രി 7 വരെ ക്ഷേത്രത്തിൽ ദർശനം അനുവദിക്കില്ല. രാത്രി 8:30 കുത്തിയോട്ട ബാലന്മാരുടെ ചൂരൽകുത്ത് ചടങ്ങ് നടക്കും. തുടർന്ന് 10:45 ദേവി മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. നാളെ ബുധനാഴ്ച രാത്രി 9:45 കാപ്പഴിക്കുന്നതോടെയും 12:45 നടക്കുന്ന കുരുതി തർപ്പണത്തോടെയും ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഗതാഗത നിയന്ത്രണങ്ങളെയും സുരക്ഷാ മുൻകരുതലുകളും ധാരാളമായി ഉണ്ട്. ഇങ്ങനെയാണ് പൊങ്കാല പ്രമാണിച്ച് തിരുവനന്തപുരം നഗരത്തിൽ അതീവ ജാഗ്രതയും കർശനമായ ഗതാഗത നിയന്ത്രണങ്ങളുമാണ് സിറ്റി പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 8 മണി വരെയാണ് ഈ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിലുള്ളത്. ഈ സമയപരിധിയിൽ കണ്ടെയ്നർ വാഹനങ്ങൾ, വലിയ ചരക്കു വാഹനങ്ങൾ എന്നിവയ്ക്ക് നഗരാതിർത്തികൾക്കുള്ളിൽ പ്രവേശിക്കുന്നതിനോ റോഡുകളിലോ സമീപത്തോ പാർക്ക് ചെയ്യുന്നതിനോ അനുമതിയുണ്ടാകില്ല. ഭക്തരുടെ സുരക്ഷയും സുഗമമായ യാത്രയും ഉറപ്പാക്കുന്നതിനാണ് ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഭക്തരെത്തുന്ന സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും കൃത്യമായി നിബന്ധനകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രധാന റോഡുകളിലോ നഗരത്തിലെ തിരക്കേറിയ MCMG റോഡുകളിലോ യാതൊരു കാരണവശാലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല. ഗതാഗത തടസ്സമോ സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്ന രീതിയിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളെ മുൻകൂട്ടി അറിയിപ്പ് നൽകാതെ തന്നെ റിക്കവറി വാഹനങ്ങൾ ഉപയോഗിച്ച് നീക്കം ചെയ്യും. ഇത്തരക്കാർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. കാൽനട യാത്രക്കാർക്കും അത്യാഹിത വിഭാഗങ്ങൾക്കും തടസ്സമില്ലാത്ത രീതിയിലായിരിക്കണം പൊങ്കാല അടുപ്പുകൾ സജ്ജീകരിക്കേണ്ടത്. നഗരത്തിലെ ഫുട്പാത്തുകളിൽ അടുപ്പുകൾ കൂട്ടാൻ പാടില്ല എന്നും വഴിയോരങ്ങളിലെ അനധികൃത കച്ചവടങ്ങൾ അനുവദിക്കില്ലെന്നും പോലീസ് അറിയിച്ചു. തീപിടുത്തം പോലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വാഹനങ്ങൾ പൊങ്കാല അടുപ്പുകൾക്ക് സമീപം പാർക്ക് ചെയ്യരുത്. കൂടാതെ ആംബുലൻസ്, ഫയർഫോഴ്സ് തുടങ്ങിയ അത്യാവശ്യ സർവീസുകൾക്ക് കടന്നുപോകാൻ മതിയായ സ്ഥലം റോഡുകളിൽ ഉറപ്പാക്കിയ ശേഷം മാത്രമേ അടുപ്പുകൾ സ്ഥാപിക്കാൻ പാടുള്ളൂ. വർദ്ധിച്ചു വരുന്ന തിരക്ക് കണക്കിലെടുത്ത് ഭക്തർക്കായി ക്ഷേത്ര പരിസരത്ത് കൂടുതൽ സ്ഥല സൗകര്യങ്ങൾ ട്രസ്റ്റ് ഭാരവാഹികൾ ഇക്കുറി ഒരുക്കിയിട്ടുണ്ട്.